നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള കലാ സാംസ്കാരികം സാഹിത്യം എന്നറിയപ്പെടുന്ന പാഠഭാഗ മേഖലയുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം അതായത് 2025 വരെ നടത്തിയ മത്സര പരീക്ഷയുടെ മുഴുവൻ ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചിത്രത്തിൽ കൊടുത്തേക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചിത്രങ്ങളും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കലാസാഹിത്യം എന്നറിയപ്പെടുന്ന പാഠഭാഗ മേഖലയുമായി ബന്ധപ്പെട്ട 100 പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളും അവയുടെ അനുബന്ധ വസ്തുതകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യം ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുകയാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേരള PSC മത്സര പരീക്ഷയിൽ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് തെറ്റായ എന്ന വാക്കൊന്ന് അടിവരയ്ക്കണം. കാരണം ചോദിച്ചേക്കുന്നത് എന്താണ്? തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ എ നോക്കിയേ, സിംബലിസത്തിന്റെ പിതാവായ സാൽവദോർ ദാലിയുടെ ജന്മനാട് സ്പെയിനാണ്. നമുക്ക് അറിയത്തുകൂടിയില്ല, നമ്മളിത് പഠിച്ചേ മതിയാകൂ. ഓപ്ഷൻ ബി, ദി ക്രിയേഷൻ ഓഫ് ആദം എന്ന രചന മൈക്കലാഞ്ചലോയുടെയാണ്. ഓപ്ഷൻ സി, ഗോൾഡൻ ഏജ്, മെൽറ്റിംഗ് വാച്ചസ്, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നീ രചനകൾ സാൽവദോർ ദാലിയുടെ ആണ് എന്നാണ് ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ അല്ലെങ്കിൽ ദി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്ന ചിത്രം വരച്ചത് വാൻ ഗോഗ്. ഈ 4 പ്രസ്താവനകളാണ് കൊടുത്തേക്കുന്നത്. അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറഞ്ഞ കലാസാഹിത്യം സാംസ്കാരിക അല്ലെങ്കിൽ സംസ്കാരം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഫാക്ട്സ് അബൌട്ട് കേരള അല്ലെങ്കിൽ കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയിലെ അടിസ്ഥാന വിവരങ്ങൾ മാത്രമേ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളല്ലോ. ഇതും മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാ. 2024ലെയും 2023ലെയും കലാസാഹിത്യം സാംസ്കാരികം അല്ലെങ്കിൽ സംസ്കാരം എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യമാണിത്. അപ്പൊ ഒന്നാമത്തെ വസ്തു നോക്കിയേ, സിംബലിസത്തിന്റെ പിതാവായ സാൽവദോർ ദാലിയുടെ ജന്മനാട് സ്പെയിൻ ആണ് എന്നാണ് ഒന്നാമത്തെ പ്രസ്താവന. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് സാൽവദോർ ദാലിയെ പറ്റി. അദ്ദേഹത്തിന്റെ ജന്മനാടെന്ന് പറയുന്നത് സ്പെയിൻ ആണ്. അദ്ദേഹത്തെയാണ് സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ഈ പറയുന്ന സാൽവദോർ ദാലിയാണ് സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജന്മനാട് എവിടെയാണ്? അത് സ്പെയിൻ ആണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഈ പറയുന്ന സാൽവദോർ ദാലിയുമായി ബന്ധപ്പെട്ട്. സറിയലിസ്റ്റിക്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സറിയലിസ്റ്റിക് ചിത്രകലാ രീതിയിൽ പ്രശസ്തനായ ചിത്രകാരൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരം ഈ പറയുന്ന സാൽവദോർ ദാലിയാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ശരിയാണ്. സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്യ? അത് സാൽവദോർ ദാലിയാണ്. അദ്ദേഹത്തിന്റെ ജന്മനാട് എവിടെയാണ്? അത് സ്പെയിൻ ആണ്. അതൊന്ന് ഓർത്തു വെക്കണം. സിംബലിസത്തിന്റെ പിതാവ് എന്നാണ് സാൽവദോർ ദാലി അറിയപ്പെടുന്നത്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ ദി ക്രിയേഷൻ ഓഫ് ആദം എന്ന രചന മൈക്കലാഞ്ചലോയുടെ ആണ് എന്നാണ് വസ്തുത. ഒന്നുമില്ല, ദി ക്രിയേഷൻ ഓഫ് ആദം എന്ന പുസ്തകം എഴുതിയത് ആരാണ് അല്ലെങ്കിൽ എന്ന രചന ആരുടേതാണ്? മൈക്കലാഞ്ചലോയുടെയാണ്. മൈക്കലാഞ്ചലോയുടെയാണ് ദി ക്രിയേഷൻ ഓഫ് ആദം എന്ന കൃതി അല്ലെങ്കിൽ എന്ന രചന എന്ന സൃഷ്ടി ആരുടേതാണ്? മൈക്കലാഞ്ചലോയുടെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ ആ ആൻസറും ശരിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറയുന്ന മൈക്കലാഞ്ചലോ, വിൻസെന്റ് വാൻ ഗോഗ്, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയ ധാരാളം ആളുകളെ പറ്റി നമ്മൾ പഠിക്കും. അപ്പൊ ഈ ഒരു വസ്തുത കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഈ പറയുന്ന സാൽവദോർ ദാലി, സിംബലിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാൽവദോർ ദാലിയുടെ 3 പ്രധാനപ്പെട്ട സൃഷ്ടികൾ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് ഗോൾഡൻ ഏജ്, മെൽറ്റിംഗ് വാച്ചസ്, പെർസിസ്റ്റൻസ് ഓഫ് മെമ്മറി എന്നീ 3 സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ സൃഷ്ടികൾ, സാഹിത്യ സൃഷ്ടികൾ എന്ന് പറയുന്നില്ല, സൃഷ്ടികൾ ആരുടേതാണ്? അത് സാൽവദോർ ദാലിയുടേതാണ്. ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓപ്ഷൻ ഡി, ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, ദി പൊട്ടറ്റോ ഈറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ചിത്രം വരച്ചത് വിൻസെന്റ് വാൻ ഗോഗ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വിൻസെന്റ് വാൻ ഗോഗിനെ അറിയപ്പെടുന്ന പേരെന്താ? വിൻസെന്റ് വാൻ ഗോഗിനെ അറിയപ്പെടുന്ന പേര് താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വിൻസെന്റ് വാൻ ഗോഗ് അല്ലേ? ഈ പറയുന്ന വിൻസെന്റ് വാൻ ഗോഗിന്റെ ജന്മനാട് നെതർലൻഡ് ആണ്. തിരിഞ്ഞുപോലെ സാൽവദോർ ദാലിയുടെ ജന്മനാട് സ്പെയിനും ഈ പറഞ്ഞ വിൻസെന്റ് വാൻ ഗോഗിന്റെ ജന്മനാട് നെതർലൻഡും. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം എന്താ? താടിയുള്ള ചിത്രകാരൻ.
താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വിൻസെന്റ് വാൻ ഗോഗ് ആണ്. അദ്ദേഹം എഴുതിയ ചിത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹം വരച്ച ചിത്രമാണ് ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, അല്ലെങ്കിൽ ദി പൊട്ടറ്റോ ഈറ്റേഴ്സ്. അപ്പൊ 4 പ്രസ്താവനകളും ശരിയാണല്ലോ. ഒരു പ്രസ്താവന പോലും എന്തല്ല, തെറ്റല്ല. എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്, ഡി പ്രസ്താവനയും ശരിയാണ് എന്ന വസ്തുത ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പം ഈ പറയുന്ന വസ്തുതയൊക്കെ പഠിക്കുമ്പം സാൽവദോർ ദാലിയെ പറ്റി നമ്മൾ പഠിക്കും, കാനായി കുഞ്ഞിരാമനെ പറ്റി നമ്മൾ പഠിക്കും, രാജ രവിവർമ്മയെ പറ്റിയുള്ള മുഴുവൻ കണ്ടന്റും നമ്മൾ പഠിച്ചെങ്കിലേ ഈ പറയുന്ന കല എന്നറിയപ്പെടുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. വിൻസെന്റ് വാൻ ഗോഗിനെയാണ് താടിയുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഈ പറയുന്ന വിൻസെന്റ് വാൻ ഗോഗുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷകളുടെ PYQ എല്ലാം നിങ്ങൾ പരിശോധിച്ചോ. അവിടെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സൺഫ്ലവേഴ്സ് അല്ലെങ്കിൽ സൂര്യകാന്തി പൂക്കൾ എന്നറിയപ്പെടുന്ന രചന ആരുടേതാണ്, അല്ലെങ്കിൽ സൃഷ്ടി ആരുടേതാണ്? ഐറിസിസ് എന്നറിയപ്പെടുന്ന, മറക്കല്ലേ, ഐറിസിസ് എന്നറിയപ്പെടുന്ന രചന അല്ലെങ്കിൽ സൃഷ്ടി ആരുടെയാണ് ചോദിക്കും. ദി ബെഡ്റൂം എന്നീ 3 പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് പൊട്ടറ്റോ ഈറ്റേഴ്സും സൺഫ്ലവേഴ്സും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മനാട് എവിടെയാണ്? അത് നെതർലൻഡിലാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ലോക സാഹിത്യ സൃഷ്ടികൾ മാത്രമല്ല, ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റി മാത്രം പഠിച്ചാൽ പോരാ. കേരളവുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ സാഹിത്യ വിവരങ്ങളുമായി ബന്ധപ്പെട്ട്, കേരളത്തിലെ കലാകായിക മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ പഠിക്കണമല്ലോ. ഒന്നാമത്തെ വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രമായിരുന്നു എന്നേ പറയുന്നുള്ളൂ. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചുവർ ചിത്രം, മറക്കല്ലേ, ചുവർ ചിത്രമായ ഗജേന്ദ്ര മോക്ഷം സ്ഥിതി ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആ ചിത്രം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ചിത്രം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. ഈ പറഞ്ഞ കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്നറിയപ്പെടുന്ന സ്ഥലമാണല്ലോ. കായംകുളത്തിന്റെ ആദ്യകാല പേര് ഓടനാടെന്നാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. കായംകുളത്തിന്റെ ആദ്യകാല പേര് ഓടനാടെന്നാണ്. കായംകുളം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കായംകുളവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രത്യേകതകൾ നമ്മൾ പഠിക്കും. അവിടെ കായംകുളവുമായി ബന്ധപ്പെട്ട് പത്തിയൂർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മൾ നവോത്ഥാനം സാഹിത്യ സാംസ്കാരിക മേഖലയെ പറ്റി പഠിക്കുമ്പം അവിടെ നമ്മൾ പറയും അച്ചിപ്പുടവ സമരം നടത്തിയ സ്ഥലം കായംകുളത്തെ പത്തിയൂർ എന്നറിയപ്പെടുന്ന സ്ഥലം. മുക്കുത്തി സമരം നടത്തിയ സ്ഥലം അത് പന്തളം എന്നറിയപ്പെടുന്ന സ്ഥലം. ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയ 2 പ്രധാനപ്പെട്ട സമരങ്ങളല്ലേ, അച്ചിപ്പുടവ സമരവും മുക്കുത്തി സമരവും. അപ്പൊ ഇവിടെ നമുക്ക് വേണ്ട എന്താ? കേരളത്തിലെ പ്രധാനപ്പെട്ട ചുവർ ചിത്രമാണ്. ചുവർ ചിത്രമായ ഗജേന്ദ്രമോക്ഷം ചിത്രം ചെയ്യപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? അത് കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. കൃഷ്ണപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ, ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വനഭൂമി ഏറ്റവും കുറവ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വനഭൂമി ഏറ്റവും കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാവുകളുള്ള ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കുട്ടനാട് എന്നറിയപ്പെടുന്ന, കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന കുട്ടനാട് സ്ഥിതി ചെയ്യുന്നതും ആലപ്പുഴയിലാണല്ലോ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൃഷ്ണപുരം കൊട്ടാരം കായംകുളം ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി പറയുന്ന ഈ പറഞ്ഞ കൃഷ്ണപുരം കൊട്ടാരത്തെ പറ്റി കണക്ട് ചെയ്യുമ്പോൾ തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന മേഖലയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ഓർത്തു വെക്കണം. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവിന്റെ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഈ പറയുന്ന തിരുവിതാംകൂർ എന്നറിയപ്പെടുന്ന ഏരിയ കവർ ചെയ്യുമ്പം നമ്മൾ പഠിക്കുന്ന 3 പ്രധാനപ്പെട്ട വാക്കാണ് LMS, CMS, BEM. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഈ പറയുന്ന തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, കൊച്ചി മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി, മലബാർ മേഖലയുടെ സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി 3 പ്രധാനപ്പെട്ട മിഷണറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊന്നാണ് LMS അല്ലെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി. തിരുവിതാംകൂർ മേഖലയുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് LMS. CMS എന്നതിന്റെ പ്രത്യേകത കൊച്ചി മേഖലയുടെയും തിരുവിതാംകൂർ മേഖലയുടെയും വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയാണ് CMS പ്രവർത്തിച്ചത്. അതിൽ കേരള PSC വാല്യൂ ചെയ്യുന്നത് കൊച്ചി മേഖല. ദെൻ മൂന്നാമത്തതാണ് BEM, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്നറിയപ്പെടുന്ന മലബാർ മേഖലയുടെ സമഗ്രമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി, സമഗ്രമായിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി കൊണ്ടുവന്ന വിദ്യാഭ്യാസ മിഷണറിയുടെ പേരാണ് BEM അല്ലെങ്കിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പൊ തിരുവിതാംകൂറിനെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ പഠിക്കും. വജ്ജീഷമംഗളം എന്നറിയപ്പെടുന്ന ടേം പഠിക്കും. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. മതിലകം രേഖകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ പഠിക്കത്തില്ലേ. ഇപ്പൊ ഈ പറയുന്ന കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവിന്റെ പേര് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഇനി ഈ പറയുന്ന കായംകുളത്തെ കൃഷ്ണപുരം എന്നറിയപ്പെടുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്
കൃഷ്ണപുരം അല്ലെങ്കിൽ കായംകുളം. ഓപ്ഷനിൽ ഒന്നെങ്കിൽ കൃഷ്ണപുരം എന്ന് കാണും, അതുമല്ലെങ്കിൽ കായംകുളം എന്ന് കാണും. നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൃഷ്ണപുരത്താണ്. ദെൻ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം നേരത്തെ ആരായിരുന്നു? ഈ പറഞ്ഞ കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷമായിരുന്നു. പക്ഷേ ഇപ്പൊ മാറ്റമുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം ഇപ്പോൾ നിലവിൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ സെന്റർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിലാണ്, വർക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം, അതൊന്ന് നോട്ട് ചെയ്തേക്കണം. കറണ്ട് അഫേഴ്സ് ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോകണം. അപ്പൊ 3 മിഷണറികളെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. LMS തിരുവിതാംകൂർ, CMS കൊച്ചിയും തിരുവിതാംകൂറും, 2 ഓപ്ഷൻ കൊടുക്കത്തില്ല, കൊച്ചിയെ കൊടുക്കത്തുള്ളൂ. BM എന്നറിയപ്പെടുന്ന ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തന മേഖല എവിടെയാണ്? അത് മലബാർ മേഖലയാണ്, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അവ നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം. ഓപ്ഷനിൽ കൃഷ്ണപുരം ഉണ്ടെങ്കിൽ അങ്ങനെ കായംകുളത്തിന്റെ ആദ്യകാല പേര് പറഞ്ഞേ ഓടനാട് എന്നാണ്, അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷനെ നോക്കിയേ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്, ഒന്നാമത്തെ ഓപ്ഷൻ. ഓപ്ഷൻ ബി നോക്കിയേ. ഉമയുടെ തപസ്യ എന്നത് നന്ദലാൽ ബോസിന്റെ രചനയാണ്. ഓപ്ഷൻ സി. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ കലാകായിക മേഖലയുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ കലാകായിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 വ്യക്തിത്വങ്ങളെ പറ്റി പഠിക്കും. ഒന്ന് രാജാ രവിവർമ്മ, മറ്റൊന്ന് നന്ദലാൽ ബോസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പ്രധാനപ്പെട്ട പോയിന്റാണ്. ഒന്ന് ഗ്രാമീണ ചെണ്ടക്കാരൻ, മറ്റൊന്ന് ഗ്രാമീണ ജീവിതം. ഇത് രണ്ടും നമ്മളെ കുഴപ്പിച്ചു കളയും. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടേതാണ്? നന്ദലാൽ ബോസിന്റെ സൃഷ്ടിയാണെങ്കിൽ ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിന്റെ അല്ലയോ? നമ്മൾ വരും കണ്ടന്റിൽ ഡിസ്കസ് ചെയ്തോളാം. അപ്പൊ ഒന്നാമത്തെ വസ്തുത നോക്കിയേ. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ രാജാ രവിവർമ്മയാണ്. ശരിയാണ്, ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. ഓപ്ഷൻ ബി നോക്കിയേ. ഉമയുടെ തപസ്യ എന്നത് നന്ദലാൽ ബോസിന്റെ രചനയാണ്. നന്ദലാൽ ബോസിന് ധാരാളം സൃഷ്ടികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഉമയുടെ തപസ്യ എന്നത്. ആരുടെ സൃഷ്ടിയാണ്? നന്ദലാൽ ബോസിന്റെ രചനയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓപ്ഷൻ സി നോക്കിയേ. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. അപ്പൊ രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം അദ്ദേഹത്തിന്റെ ഒരു മൊത്തം 3 അപരനാമങ്ങൾ പഠിക്കണം. അതിൽ 2 അപരനാമങ്ങൾ, ഒന്ന് ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നതും ആരെ തന്നെ? രാജാ രവിവർമ്മ. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്പം 3 പ്രസ്താവനകളും ശരിയാണല്ലോ. അപ്പൊ ആ 3 പ്രസ്താവനകൾ പഠിക്കുമ്പം ഈ പറയുന്ന നന്ദലാൽ ബോസിനെ പറ്റി നമ്മൾ റിലേറ്റഡ് ഫാക്ട് പഠിക്കണം, രാജാ രവിവർമ്മയെ പറ്റി റിലേറ്റഡ് ഫാക്ട് പഠിക്കണം. ഇനി മറ്റു വസ്തുതകൾ കൂടി നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ, അവിടെ ഗ്രാമീണ ചെണ്ടക്കാരനും ഗ്രാമീണ ജീവിതവും നമ്മളെ കുഴപ്പിച്ച് കളയും. ഈ 2 ചോദ്യങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത കണ്ടന്റിലേക്ക് പോകാൻ വേണ്ടി സാധിക്കൂ. അപ്പൊ ഈ പറയുന്ന ഓപ്ഷൻ എ ശരിയാണ്, ബി ശരിയാണ്, സി ശരിയാണ്. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ് എന്ന ആൻസർ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പോയിന്റ് അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, അദ്ദേഹത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ്, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ദെൻ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ഈ 2 പ്രധാനപ്പെട്ട കണ്ടന്റ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. ഇനി അദ്ദേഹത്തെ അറിയപ്പെടുന്ന മറ്റു 2 പ്രധാനപ്പെട്ട അപരനാമങ്ങൾ, ഒന്ന് ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്. ഇനി നേരെ തിരിച്ചും രാജാക്കന്മാർക്കിടയിലെ, മറക്കല്ലേ, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരെ തന്നെ? ഈ രാജാ രവിവർമ്മയാണ്. ഈ പറയുന്ന രാജാ രവിവർമ്മയുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ച പ്രധാനപ്പെട്ട സൃഷ്ടികൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് വീണ മീട്ടുന്ന സ്ത്രീ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള സൃഷ്ടികളാണ് വീണ മീട്ടുന്ന സ്ത്രീ, ഹംസവും ദമയന്തിയും, വിശ്വാമിത്രനും മേനകയും, മലബാർ സുന്ദരി എന്നിവ രാജാ രവിവർമ്മയുടെ പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് എന്ന വസ്തുത കൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന ചോദ്യങ്ങളെല്ലാം അടങ്ങിയ PDF നോട്ട് നമ്മൾ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തപ്പോണ്ട്. അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിനോടൊപ്പം തന്നെ വായിച്ചു പോവുക. ഓക്കെ. അപ്പൊ ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ, രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് രാജാ രവിവർമ്മയാണ്.
2023 നടത്തിയ ഖാദി ബോർഡ് LDC പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? അത് നന്ദലാൽ ബോസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അടുത്ത ദി സ്റ്റോറി ടെല്ലർ എന്ന പെയിന്റിങ്ങിന് പ്രത്യേകതയുണ്ട്. എന്താ? ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ആണ് ഏത്? ദി സ്റ്റോറി ടെല്ലർ. ആ പെയിന്റിങ് അമൃത ഷേർഗിലിന്റെയാണ്. അതൊന്ന് ഓർത്തു വെക്കണം. പെയിന്റിംഗ് വരച്ചത് അമൃത ഷേർഗിലാണ്. ദി സ്റ്റോറി ടെല്ലർ. അപ്പൊ ഈ പറയുന്ന ഗ്രാമീണ ജീവിതം എന്ന പെയിന്റിംഗ് ആരുടേതാ? അത് അമൃത ഷേർഗിലിന്റെ അല്ലയോ? ഗ്രാമീണ ചെണ്ടക്കാരനാരുടേതാ? അത് നന്ദലാൽ ബോസിന്റേതാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി മത്സര പരീക്ഷയിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡയറക്റ്റ് ചോദ്യമാണ്. പ്രധാനപ്പെട്ട ചിത്രങ്ങളും അത് എഴുതി അല്ലെങ്കിൽ അതിന്റെ സൃഷ്ടാവായിട്ടുള്ള ചിത്രകാരന്മാരും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, അബനീന്ദ്രനാഥ ടാഗോർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിത്വമാണല്ലോ അബനീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങളാണ്. ഒന്ന്, വിക്ടറി ഓഫ് ബുദ്ധ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിക്ടറി ഓഫ് ബുദ്ധ എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതമാത, അത് മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിച്ചിട്ടുണ്ട്. ഭാരതമാത എന്ന ചിത്രം ആരുടേതാണ്? അത് അബനീന്ദ്രനാഥ ടാഗോർ. ദി പാസിംഗ് ഓഫ് ഷാജഹാൻ. അപ്പൊ വിക്ടറി ഓഫ് ബുദ്ധ, ഭാരതമാത, ദ പാസിംഗ് ഓഫ് ഷാജഹാൻ എന്നീ പ്രധാനപ്പെട്ട 3 ചിത്രങ്ങൾ ആരുടേതാണ്? അത് അബനീന്ദ്രനാഥ ടാഗോറിൻ്റെതാണ്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നഗ്നപാതനായിട്ടുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്ന MF ഹുസൈന്റെ പ്രത്യേകത. MF ഹുസൈന്റെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ: ഒന്ന്, മദർ തെരേസ എന്ന പ്രധാനപ്പെട്ട ചിത്രം MF ഹുസൈന്റേതാണ്. ശിവനടരാജ് എന്ന ചിത്രം വരച്ചത് MF ഹുസൈൻ ആണ്. വിശ്വാമിത്ര, പാസേജ് ത്രൂ ഹ്യൂമൻ സ്പേസ് എന്നീ ചിത്രങ്ങൾ MF ഹുസൈന്റേതാണ്. നഗ്നപാതനായിട്ടുള്ള ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ ആണ്. ദെൻ അമൃത ഷേർഗിലിന്റെയാണ് ഗ്രാമീണ ജീവിതം. അപ്പൊ ഗ്രാമീണ ചെണ്ടക്കാരനാരുടേതാ? അത് നന്ദലാൽ ബോസിന്റേതാണ്. ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിൽ. ദ ബ്രൈഡ് എന്ന ചിത്രം വരച്ചതും ആര് തന്നെയാണ്? അമൃത ഷേർഗിൽ. അപ്പൊ അമൃത ഷേർഗിലിന്റെ 3 പ്രധാനപ്പെട്ട ചിത്രത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ഒന്ന്, ദി ബ്രൈഡ്, ഗ്രാമീണ ജീവിതം, പിന്നെ ദി സ്റ്റോറി ടെല്ലർ. ദി സ്റ്റോറി ടെല്ലറിന്റെ പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക്, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക്, ഏറ്റവും കൂടിയ ലേലത്തുകയ്ക്ക് വിറ്റുപോയ ഇന്ത്യൻ പെയിന്റിംഗ് ഏതെന്ന് ചോദിച്ചാൽ ദി സ്റ്റോറി ടെല്ലർ ആണ്. അത് ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് വന്നാൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കണം. അപ്പൊ നന്ദലാൽ ബോസ്, ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം ആരുടേതാണ്? നന്ദലാൽ ബോസിന്റേതാണ്. ദെൻ ഗാന്ധാരി ഇൻ ബാൽക്കണി, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഗാന്ധി മാർച്ച്, ബാപ്പുജി അല്ലെങ്കിൽ ഗാന്ധി മാർച്ച് എന്നീ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ ആരുടേതാ? നന്ദലാൽ ബോസ്. ഈ നന്ദലാൽ ബോസുമായി ബന്ധപ്പെട്ട് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രത്തെ പറ്റി പറയുമ്പം 1938 ഹരിപുര സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഹരിപുര INC സമ്മേളനത്തെ പറ്റിയുള്ള കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം, ഇന്ന് വെള്ളിയാഴ്ച ആണ്. ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ട ടോപ്പിക് ഒന്ന്, കലാ, കായികം, സാഹിത്യം, സംസ്കാരം എന്നറിയപ്പെടുന്ന ക്ലാസ്. ഈ ക്ലാസ് കണ്ട് റിവൈസ് ചെയ്യണം. ഇതിന്റെ മെറ്റീരിയൽസ് നിങ്ങൾ പഠിക്കണം. ദെൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ക്ലാസ് പബ്ലിഷ് ചെയ്തിരുന്നു. ടോപ്പിക് ബേസ്ഡ് കറണ്ട് അഫയേഴ്സ്. ഇന്ന് പബ്ലിഷ് ചെയ്ത കറണ്ട് അഫയേഴ്സ് SCERTയിലെ ഒരു ചാപ്റ്റർ നമുക്കറിയാവുന്നതാണ്. ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ, 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്ററിലെ കണ്ടന്റ് രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തു. സയൻസിന്റെ SCERT കണ്ടന്റ്, NCERT കണ്ടന്റ് ഉൾപ്പെടുത്തിയ സയൻസ് ഫാക്ട് ഉള്ള വർക്ക് നോട്ടും മൈക്രോ നോട്ടും നിങ്ങൾ ഇന്ന് പഠിക്കണം. ഇന്ന് ഇത്രയും തന്ന വർക്കൗട്ട് ബാച്ച് തന്ന ഇത്രയും മെറ്റീരിയൽസിനെ ബേസ് ചെയ്താണ് രാത്രി 9 മണിക്ക് കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇത് എല്ലാ ദിവസവും നടക്കുന്ന പ്രോസസ്സാണ്. ഈ മെറ്റീരിയൽസും ക്ലാസ്സും തന്നതിന് ശേഷം കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ എക്സാം നടത്തുന്നത്. അപ്പോൾ വർക്കൗട്ട് ബാച്ചിൽ ഇനി ആരെങ്കിലും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ 10th ലെവൽ മെയിൻസ് ഉൾപ്പെടെ ഈ പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് OA പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. ദെൻ യൂണിഫോം തസ്തികയ്ക്ക് ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി 2025 സല്യൂട്ട് എന്ന് പറഞ്ഞ ബാച്ച് ഉണ്ട്. ആ വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളുടെ പേര്, ഏത് വർക്കൗട്ട് ബാച്ചിലേക്കാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെന്ന് മാത്രം ഒന്ന് മെസ്സേജ് അയച്ചേക്കുക. 9072728242 നമ്പറിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്? വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഓക്കെ. ദെൻ 1938 നമുക്ക് നേരത്തെ പറഞ്ഞു. 1938 ഹരിപുര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 1938 ഹരിപുര INC സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം പ്രദർശിപ്പിക്കുന്നു. അതിനുശേഷം കോൺഗ്രസിന്റെ ഔദ്യോഗിക പോസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പോസ്റ്റർ
ചിത്രമായിട്ട് എന്തിനെ ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രമാണ്. വർഷം 1938 ഹരിപുര INC സമ്മേളനമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്തനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണല്ലോ ഇറ്റാലിയൻ ചിത്രകാരനായിട്ടുള്ള മൈക്കലാഞ്ചലോയുടെയാണല്ലോ ലാ പിയാത്തെ അല്ലെങ്കിൽ ലാ പിയാത്തെ എന്ന പ്രശസ്ത ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അതിന് അർത്ഥം കരുണ എന്നാണ്. ഇതും മുൻകാല വർഷ ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇറ്റാലിയൻ ചിത്രകാരനും ശില്പിയുമായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണല്ലോ മൈക്കലാഞ്ചലോ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളാണ് ഒന്ന് ലാസ്റ്റ് ജഡ്ജ്മെന്റ്. അതൊന്ന് ഓർത്തു വെക്കണം. അപ്പൊ നിങ്ങൾ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്, അന്ത്യ അത്താഴം എന്ന് പറഞ്ഞ ലാസ്റ്റ് സപ്പർ അല്ലെങ്കിൽ അന്ത്യ അത്താഴം എന്ന് പറയുന്ന ഒരു കൃതി ഉണ്ടല്ലോ, ഒരു പ്രധാനപ്പെട്ട സൃഷ്ടിയുണ്ടല്ലോ. അതാരുടേതാ? അത് ലിയനാർഡോ ഡാവിഞ്ചിയുടേതാണ് അന്ത്യ അത്താഴം. ലാസ്റ്റ് ജഡ്ജ്മെന്റ് ചോദിച്ചാൽ അത് മൈക്കലാഞ്ചലോയുടെയാണ്. ക്രിയേഷൻ ഓഫ് ആദം എന്ന പ്രധാന ശില്പം മൈക്കലാഞ്ചലോയാണ്. ലാ പിയാത്തെ. അപ്പൊ ലാ പിയാത്തെ എന്ന പ്രശസ്തമായിട്ടുള്ള മൈക്കലാഞ്ചലോയുടെ പ്രശസ്തമായിട്ടുള്ള ശില്പത്തിന്റെ മലയാള അർത്ഥം എന്താണ്? അത് കരുണ എന്നാണ്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇനി മത്സര പരീക്ഷയിൽ ധാരാളം തവണ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനെ പറ്റി പറയുമ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു വസ്തുത, അദ്ദേഹത്തിന്റെ ജനനം കണ്ണൂർ ജില്ലയിലല്ല. കണ്ണൂർ ജില്ലയിലെ കാനായി എന്നറിയപ്പെടുന്ന സ്ഥലത്തല്ല അദ്ദേഹം ജനിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്ത ആണ്. കുട്ടമത്ത എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് കാനായി കുഞ്ഞിരാമൻ ജനിക്കുന്നത്. അദ്ദേഹം KCS പണിക്കർ, ധനപാലൻ എന്നീ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രശസ്തരായിട്ടുള്ളവരുടെ ശിഷ്യനാണ്. ആര്? ഈ കാനായി കുഞ്ഞിരാമൻ. അദ്ദേഹത്തിന് 2005 രാജ രവിവർമ്മ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ദെൻ 2006 തെക്കുറിശി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ദെൻ 2018 MS നജുണ്ടറാവു ദേശീയ അവാർഡ്. ഈ 3 അവാർഡുകൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് ഈ പറയുന്ന കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിലെ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലും ലണ്ടൻ സ്ലേഡ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പഠനവും പരിശീലനവും നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മലമ്പുഴ ഉദ്യാനത്തിലെ യക്ഷി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശില്പമാണ് കാനായി കുഞ്ഞിരാമന്റെ. വേളി കടപ്പുറത്തെ ശംഖുമുഖം കടപ്പുറത്തെ ജലകന്യക. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ദെൻ കണ്ണൂർ ജില്ലയിലെ നൗറ എന്ന പ്രാചീന കാലത്ത് എന്നറിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്തുള്ള അമ്മയും കുഞ്ഞും പ്രതിമയൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ശില്പങ്ങളിൽ വരുന്നതാണ്. അപ്പൊ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ പറയുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്താണ് അദ്ദേഹം ജനിക്കുന്നത്. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യനാണ് അദ്ദേഹം. രാജ രവിവർമ്മ പുരസ്കാരം 2005 അദ്ദേഹത്തിന് നേടി. തിക്കുറിശി അവാർഡ് 2006 നേടി. MS നജുണ്ടറാവു ദേശീയ അവാർഡ് 2018 നേടി. ഇത്രയും വസ്തുതകൾ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമുക്ക് വേണ്ടത് കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലാകായിക മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റ് ഉണ്ട്. അതിലൊന്ന്, കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായത്തിന്റെ പേരാണ് സോപാന സംഗീതം. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. കേരളവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പം 3 പ്രധാനപ്പെട്ട വസ്തുതകൾ ഉറപ്പായിട്ടും അറിഞ്ഞേ പറ്റൂ. ഒന്ന്, കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായത്തിന്റെ പേരാണ് സോപാന സംഗീതം. കേരളത്തിൽ ഉത്ഭവിച്ച തനത് ലാസ്യ നൃത്ത രൂപത്തിന്റെ പേരാണ് മോഹിനിയാട്ടം. രണ്ടും 2 ചോദ്യമാണ്. അപ്പൊ കേരളത്തിന്റെ തനത് സംഗീത സമ്പ്രദായത്തിന്റെ പേര് സോപാന സംഗീതമെന്നും കേരളത്തിൽ ഉത്ഭവിച്ച തനത് ലാസ്യ നൃത്ത രൂപത്തിന്റെ പേര് മോഹിനിയാട്ടം എന്നാണ്. അപ്പൊ അവിടെ കേരള PSC മുൻകാല വർഷങ്ങളിൽ ധാരാളം തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം ഏത് ജില്ലയിലാണ്? അത് കണ്ണൂർ ജില്ലയിലാണ്. തിരുവനന്തപുരത്തല്ല, പത്തനംതിട്ടയിലല്ല. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കണ്ണൂരാണ്. ഇനി കേരള സർവകലാശാലയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അല്ലേ? കേരള സർവകലാശാലയുടെ മുഖപത്രത്തിന്റെ പേരാണ് ഭാഷാ സാഹിതി. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്ത മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് കേന്ദ്ര ലളിതകലാ അക്കാദമി. എന്താ ഈ പറയുന്ന കേന്ദ്ര ലളിതകലാ അക്കാദമി? അപ്പൊ പേര് തന്നെ ഒരു വസ്തുതയുണ്ട്. എന്താ? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണേത്? കേന്ദ്ര ലളിതകലാ അക്കാദമി. 1954 ഓഗസ്റ്റ് 5-നാണ് കേന്ദ്ര ലളിതകലാ അക്കാദമി സ്ഥാപിതമാകുന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണേത്?
കേന്ദ്ര ലളിതകല അക്കാദമി. അപ്പൊ കേന്ദ്ര ലളിതകല അക്കാദമിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട വസ്തുത. എന്താ പ്രധാനപ്പെട്ട ലക്ഷ്യം? ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേന്ദ്ര ലളിതകല അക്കാദമി. 1954 ഓഗസ്റ്റ് 5-നാണ് സ്ഥാപിതമാകുന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ് കേന്ദ്ര ലളിതകല അക്കാദമി. അപ്പം ഈ പറയുന്ന കേന്ദ്ര ലളിതകല അക്കാദമി പഠിക്കുന്ന അതേ സമയത്ത് തന്നെ കേരള കലാമണ്ഡലത്തെ പറ്റി നമ്മൾ പഠിക്കുകയേ വേണം. കാരണം എന്താ? 1930-കളിൽ സ്ഥാപിതമായ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണല്ലോ കേരള കലാമണ്ഡലം. അതായത് കേരളത്തിലെ പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിന് വേണ്ടി ദേശീയ സമരകാലത്ത് എന്ന് വെച്ചാൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട 1930 എന്ന് പറയുമ്പം ദേശീയ സമരം, ഈ പറഞ്ഞ നിയമലംഘന സമരം അല്ലെങ്കിൽ ഉപ്പു സത്യാഗ്രഹം ഒക്കെ നടക്കുന്ന സമയം. അത് ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണല്ലോ കേരള കലാമണ്ഡലം. 1927-ലാണ് ഈ പറഞ്ഞ കേരള കലാമണ്ഡലം ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത്. കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ രൂപമായി ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ട് 1927-ൽ രൂപീകരണം അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തു. 1930-ലാണ് കേരള കലാമണ്ഡലം സ്ഥാപിതമാകുന്നത്. 1957-ൽ എന്ത് ചെയ്യുന്നു? കേരള സർക്കാർ ഏറ്റെടുക്കുന്നു. 2007-ൽ കൽപ്പിത സർവകലാശാല പദവി ലഭിക്കുന്നത് 2007-ലാണ്. 2010-ൽ ഈ പറഞ്ഞ തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള കലാമണ്ഡലത്തിന് UGCയുടെ A കാറ്റഗറി പദവി ലഭിക്കുന്നത് 2010-ലാണ്. ഇത്രയും വസ്തുതകൾ ഒന്ന് നോട്ട് ചെയ്തേക്കണം. കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട് 1930-ൽ സ്ഥാപിതമായത് ഇമ്പോർട്ടന്റ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിന് വേണ്ടി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലം നിലവിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് വള്ളത്തോൾ നഗർ, തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലെ വള്ളത്തോൾ നഗറിലാണ്. നിലവിൽ കേരള കലാമണ്ഡലം പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയമാണ് നാട്യഗ്രഹ അല്ലെങ്കിൽ വള്ളത്തോൾ നഗറിലെ നാട്യഗ്രഹ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി മത്സര പരീക്ഷ ഹാളിൽ കയറുന്ന സമയത്ത് നമ്മളെ കുഴപ്പിക്കുന്ന 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്, ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റും ക്ഷേത്രകലയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരി മേളവുമാണ്. രണ്ടും 2 ചോദ്യമാണ്. ആയോധന കലയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കളരിപ്പയറ്റ്, ക്ഷേത്രകലയുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരി മേളം. അപ്പൊ അവിടെ 2 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേരളത്തിന്റെ ആക്ഷേപഹാസ്യ നൃത്തനാടകം എന്നറിയപ്പെടുന്ന എന്തിനെയാ? അത് കാക്കാരിസി നാടകത്തെയാണ്. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ഏതാ? അത് ചവിട്ട് നാടകമാണല്ലോ. പോർച്ചുഗീസുമാരുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പഠിക്കുന്നതാണ്. തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപം ചവിട്ട് നാടകം, അതൊന്ന് ഓർത്തു വെക്കുക. മയിൽപീലി നൃത്തം എന്നറിയപ്പെടുന്നത് അർജുന നൃത്തമാണ്. മനുഷ്യരാശിയുടെ അനശ്വര കലാരൂപം എന്നറിയപ്പെടുന്നത് അത് കൂടിയാട്ടത്തെയാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. അപ്പൊ ചലിക്കുന്ന കാവ്യമുണ്ട്, ചലിക്കുന്ന ശില്പമുണ്ട്. രണ്ട് ചോദ്യമാണ്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നതാണ് ഒഡീസി. കേളുചരൺ, മഹാപാത്രയൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സാഹിത്യ സ്ഥാപനങ്ങൾ, കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യ സ്ഥാപനങ്ങളും അത് രൂപീകൃതമായ വർഷവും ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഒന്ന് KSA എന്നറിയപ്പെടുന്ന കേരള സാഹിത്യ അക്കാദമി 1956-ലാണ് സ്ഥാപിതമായ. കേരള സംഗീത നാടക അക്കാദമി 1958-ലും കേരള ലളിതകല അക്കാദമി 1962-ലും. ഇത് 3 ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കണം. ഒന്ന് കേരള സാഹിത്യ അക്കാദമി 1956, കേരള സംഗീത നാടക അക്കാദമി 1958, കേരള ലളിതകല അക്കാദമി 1962. അപ്പൊ മാർഗി സ്ഥാപിതമായ വർഷം എന്ന 1970-ലല്ലയോ മാർഗി സ്ഥാപിതമാകുന്നത്. അടുത്തത് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമാകുന്നത് 1977-ലാണ്. സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമാകുന്നത്. കേരള ഫോക്ക്ലോർ അക്കാദമി 1995-ൽ സ്ഥാപിതമായി. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം അത് കണ്ണൂരല്ലയോ. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിതമാകുന്നത് 1995-ലാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങളും അതിന്റെ സാഹിത്യ സ്ഥാപനങ്ങളും അത് രൂപീകൃതമായ വർഷവും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും. കേരള സാഹിത്യ അക്കാദമി 1956, കേരള സംഗീത നാടക അക്കാദമി 1958, കേരള ലളിതകല അക്കാദമിയോ 1962, മാർഗി എന്ന സ്ഥാപിതമാകുന്നത് 1970. കേരള സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് സ്ഥാപിതമാകുന്നത് 1977-ലും. കേരള ഫോക്ക്ലോർ അക്കാദമി 1995-ലും. ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥാപിതമാകുന്നത് 1995-ലുമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരുന്നു. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിക്കുന്നത്.
കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ സ്ഥാപനങ്ങളും അവയുടെ ആദ്യ ചെയർമാനെയാണ് ആ ജോഡികളായി കൊടുത്തേക്കുന്നത്. ഒന്ന് കേരള സാഹിത്യ അക്കാദമി. അപ്പൊ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അത് സർദാർ KM പണിക്കറാണ്. അപ്പൊ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ അത് മങ്കുത്തമ്പുരാനല്ലയോ? കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാനാണ്. ഓപ്ഷൻ സി വന്നാൽ കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ G ഭാർഗവൻ പിള്ളയാണ്. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ആ ജോഡിയും ശരിയാണ്. ഓപ്ഷൻ ഡി കേരള ലളിതകലാ അക്കാദമി M രാമവർമ്മ രാജയാണ്. ഈ പറയുന്ന 4 പ്രസ്താവനകളും അല്ലെങ്കിൽ 4 ജോഡികളും ശരിയാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ സർദാർ KM പണിക്കർ, കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കുത്തമ്പുരാൻ, കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. കേരള ഫോക്ക്ലോർ അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ G ഭാർഗവൻ പിള്ളയാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ M രാമവർമ്മ രാജയാണ്. അപ്പൊ ഈ പറയുന്ന എല്ലാ ജോഡിയും ശരിയാണ് എന്ന ആൻസർ ആണ് വരേണ്ടത്. ദെൻ കേരള സാഹിത്യ അക്കാദമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഒന്ന്, സാഹിത്യ ചക്രവാളം എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്. സാഹിത്യ ലോകം എന്ന് പറയുന്നത് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണമാണ്. മലയാളം സാഹിത്യ സർവേ, ഈ 3 പ്രസിദ്ധീകരണങ്ങളും ആരുടേതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇത്രയും കണ്ടന്റ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വീണ്ടും ആവർത്തിക്കുന്നു, ഇതിന്റെ എക്സാം മറക്കരുത്. ഇതിന്റെ പരീക്ഷ രാത്രി 9 മണിക്ക് അറ്റൻഡ് ചെയ്യണം. ഇത്രയും ടോപ്പിക്ക് ചേർത്താണ് പരീക്ഷ. ഈ ക്ലാസ് പഠിക്കണം, ഇതിന്റെ PDF നോട്ട് പഠിക്കണം. അതുമാത്രമല്ല, ഇന്ന് വർക്കൗട്ട് ബാച്ചിൽ പബ്ലിഷ് ചെയ്തേക്കുന്ന എൻറ്റയർ മെറ്റീരിയൽസും എൻറ്റയർ ക്ലാസിന്റെ എക്സാം ആണ് രാത്രി 9 മണിക്ക് PSC ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പോൾ വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.